നമസ്കാരം. 2024 കടന്നു പോകുമ്പോൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. അതിൽ പ്രധാനം പല ഭരണാധികാരികൾക്കും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് അവർക്ക് ഇന്ത്യയിലേക്ക് ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഇന്ത്യ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതുപോലെ ബാഷർ അൽ അസദ് സിറിയയിലെ ഏകാധിപതി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു. തുടങ്ങി നിരവധി പേർക്കാണ് രാഷ്ട്രീയത്തിൽ തിരിച്ചടികളേറ്റത്. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകുന്നു. തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ ഇതിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണമാണ് കൂടുതൽ. എന്നാൽ ലോക നേതാക്കളിൽ 2024 ഏറ്റവും അധികം അനുഗ്രഹം ചൊരിഞ്ഞ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്ന് നമ്മൾ 3 വട്ടം പറയേണ്ടി വരും. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരു നേതാവുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നരേന്ദ്രമോദി 2024 മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഈ വർഷം അദ്ദേഹം ചെയ്ത ശ്രദ്ധേയമായ കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ തന്നെ നിരവധിയാണ്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ഓരോ രാജ്യങ്ങളുടെയും പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ ഒരു ഭരണാധികാരിയും നരേന്ദ്രമോദിയായിരിക്കും. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് കുവൈറ്റും അവരുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അന്തർദേശീയ തലത്തിൽ 2024 നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ നിരവധിയാണ്. നരേന്ദ്രമോദിയെ വിശ്വബന്ധു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് അദ്ദേഹം ഉയർന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും 2 രാജ്യങ്ങളും സന്ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രവുമല്ല, ഈ 2 രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ പുടിനും അതുപോലെ വ്ളാഡിമിർ സെലൻസ്കിയും തങ്ങളുടെ പ്രശ്നം തീർക്കാൻ ഏറ്റവും പറ്റിയ മധ്യസ്ഥൻ നരേന്ദ്രമോദിയാണെന്ന് തീർത്തു പറഞ്ഞു. 2 നേതാക്കളുമായും അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി, അവരവരുടെ രാജ്യങ്ങളിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഇത് നരേന്ദ്രമോദി എന്ന സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞനെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഒരുപക്ഷെ ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടില്ലാത്ത അത്രയും ഒരു സ്വീകാര്യത അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് ലഭിക്കാൻ ഇതൊക്കെ ഓരോ കാരണങ്ങളായി എന്ന് നമുക്ക് കരുതാം. കൂടാതെ ഖത്തറിൽ ചാരക്കുറ്റം ആരോപിച്ച് ഇന്ത്യക്കാരായ നാവികരെ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് ഒരു ഇന്ത്യയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഇടപെട്ടത്. അദ്ദേഹം ഇതിനായി നിരന്തരമായി ശക്തമായ തോതിൽ തന്നെ ചർച്ചകൾ നടത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി ഇടപെടലുകൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ ഇന്ത്യക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നരേന്ദ്രമോദിയെ എന്തുമാത്രം വിലമതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായും കൂടെ ഈ ഒരു സംഭവം മാറിയിരുന്നു. മറ്റേത് രാജ്യക്കാരായിരുന്നു എങ്കിലും ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി അതല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയരാകേണ്ടിയിരുന്ന അവരെ എല്ലാവരെയും വളരെ സുരക്ഷിതരായി മോചിപ്പിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാർക്ക് വേണ്ടി ഒരു ഭരണാധികാരി ഇറങ്ങി ഇത്തരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അത് അസാധാരണമായ ഒരു നടപടിയായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ലോകത്തെ എല്ലാ രാജ്യങ്ങളും നരേന്ദ്രമോദി എന്ന നേതാവിനെ അംഗീകരിക്കുമ്പോഴും നമ്മുടെ തൊട്ടയൽ രാജ്യമായ മാലദ്വീപിലെ പുതിയ പ്രസിഡൻ്റായ മുഹമ്മദ് മൊയ്സു അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് തന്നെ ഇന്ത്യക്കാരെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയുടെ സഹായം കൊണ്ട് മാത്രം പുലർന്നിരുന്ന ആ രാജ്യം ചൈനയോട് ആഭിമുഖ്യം കാണിക്കുകയും നരേന്ദ്രമോദിയെക്കുറിച്ച് പോലും മോശമായ അഭിപ്രായങ്ങൾ അവിടെ ചില മന്ത്രിമാർ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും അതിനെയൊക്കെ മൗനമായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. പക്ഷേ പിന്നീട് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. ഒരൊറ്റ ടൂറിസ്റ്റ് പോലും ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തില്ല എന്ന അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച സാഹചര്യത്തിൽ ഒടുവിൽ മുഹമ്മദ് മൊയ്സുവിന് ഡൽഹിയിലെത്തി മോദിയെ കണ്ട് സമസ്താപരാധം പറയേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ ഒരുപക്ഷെ ഇന്ത്യ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ പിതാവായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ അവസ്ഥ തന്നെ അവർക്കും സംഭവിക്കുമായിരുന്നു. ഇന്ത്യ വളരെ സുരക്ഷിതമായി അവർക്കൊരു ഇടം നൽകുകയും ഇന്നും ഇന്ത്യ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിലെ ജനാധിപത്യം അട്ടിമറിച്ചെത്തിയ ഭരണാധികാരികൾ എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ അവരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതും അത് ഇന്ത്യയുടെ വളരെ ഉറച്ച നിലപാടുകളുടെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം.
ഇതുപോലെ ശക്തമായ ഒരു ഇടപെടലാണ് ഇറാനിലെ ഛബ്ബാർ തുറമുഖവുമായി ബന്ധപ്പെട്ടത്. ആ തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ ചുക്കാൻ പിടിക്കുക, ഇന്ത്യക്ക് ഏറ്റെടുക്കാനും കഴിഞ്ഞു. ചൈന ലോകത്തുള്ള തന്ത്രപ്രധാനമായ പല തുറമുഖങ്ങളുടെയും ചുമതല ഏറ്റെടുത്ത് അവയെ ലക്ഷ്യമിട്ട് ചൈനയ്ക്ക് വേറെ മറ്റൊരുപാട് താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ അവയെ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ വിദഗ്ധമായി ഇറാനുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ ഛബ്ബാർ തുറമുഖത്തിൻ്റെ ആ നടത്തിപ്പ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി എന്ന ശക്തനായ ഭരണാധികാരിയുടെ കൈകൾ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്ന് തന്നെയാണ് ഇന്ത്യ. ഇറാനും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ വിഷയങ്ങളിൽ ഇസ്രായേലുമായൊക്കെ തന്നെ നിരവധി കാര്യങ്ങളിൽ അവർ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്താൻ കഴിയുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഇസ്രായേൽ എക്കാലത്തും ഇന്ത്യയുടെ മികച്ച പ്രതിരോധ പങ്കാളിയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവർ തരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഇസ്രായേൽ സന്ദർശിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഊഷ്മളമായി തന്നെ പോകുമ്പോൾ ഇറാനുമായുള്ള ബന്ധവും നമ്മൾ നന്നായി നിലനിർത്തുന്നു. ഇറാനിൽ നിന്ന് ധാരാളം എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ തുറമുഖത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യ കാണിച്ച താല്പര്യം ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഒരു നിഷ്പക്ഷമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇസ്രായേൽ എന്നും നമ്മോട് അടുപ്പം അല്ലെങ്കിൽ നമുക്ക് സഹായമൊക്കെ തരുന്ന രാജ്യമാണെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതിന് കൂട്ടുനിൽക്കാൻ ഐക്യരാഷ്ട്രസഭയിലൊന്നും ഒരിക്കലും ഇന്ത്യയെ കിട്ടുമായിരുന്നില്ല. ഇന്നും അതുതന്നെയാണ് സ്ഥിതി. ഇന്ത്യ അക്കാലത്തും ഫലസ്തീനിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു, അതല്ലാതെ ഹമാസിനൊപ്പമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പശ്ചിമേഷ്യയിലും ഇന്ത്യയുടെ ഒരു ഇടപെടൽ, അതായത് നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടലുണ്ടായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്നും പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചു വരുത്തി ആദരിച്ചതും ഒക്കെ തന്നെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നമുക്ക് കണക്കാക്കാം. ലോകത്തെ ശക്തരായിരുന്ന പല നേതാക്കന്മാരും സ്വന്തം രാജ്യം പോലും വിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടി അഭയാർത്ഥികളായൊക്കെ കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് ഒരു വിശ്വബന്ധുവായി ലോകത്ത് ഏത് രാജ്യത്ത് പ്രശ്നമുണ്ടായാലും അതിനൊക്കെ പരിഹാരം കാണാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്ന ആ ഒരു ശക്തമായ നിലപാടുമായി തന്നെയാണ് മുന്നേറുന്നത്. 2024 ലോക രാഷ്ട്രങ്ങളിലെ ഭരണത്തലവന്മാരിൽ ഒരു സംശയം വേണ്ട, മോദി തന്നെയാണ് താരം.